സംസ്ഥാനത്തെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ ഇടപെടൽ. കർഷകരുടെ എല്ലാ വായ്പകൾക്കും ഈ വർഷം ഡിസംബർ 31 വരെ മൊറട്ടോറിയം നീട്ടിയത് ബാങ്കുകൾ തത്വത്തിൽ അംഗീകരിച്ചു. ഈ കാലയളവിൽ വായ്പകളിൽ ജപ്തി നടപടികൾ ഉണ്ടാകില്ല. വാണിജ്യ പൊതുമേഖലാ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണമെന്ന സർക്കാർ ആവശ്യം ബാങ്കുകൾ സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പ്രതിനിധികളുടെ യോഗത്തിന്റേതാണ് തീരുമാനം. പ്രളയത്തെ തുടർന്ന് വിളകൾ നശിച്ചു ദുരിതത്തിലായ കർഷകർക്ക് ആശ്വാസമേകുന്നതാണ് സർക്കാരിന്റെ ഇടപെടൽ. അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ കാർഷികേതര വായ്പകളിൽ ജപ്തി നടപടികൾ ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം ബാങ്കുകൾ അംഗീകരിച്ചു. കടാശ്വാസ പരിധി 2 ലക്ഷമാക്കിയതും ബാങ്കേഴ്സ് സമിതി അംഗീകരിച്ചതായി കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. കർഷകരെടുത്തിരിക്കുന്ന കാർഷിക ലോണുകൾ മാത്രമല്ല, കർഷകര് കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള കർഷകരെടുത്തിരിക്കുന്ന കാർഷികേതര ലോണുകൾ അടക്കമുള്ള എല്ലാ ലോണുകൾക്കും ഡിസംബർ മാസം 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം SLBC യോഗത്തിൽ അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലകളിൽ, ആ പ്രദേശങ്ങളിൽ ടൈം ബാർ അവർക്ക് വെയ്വ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ കാർഷികേതര വായ്പകളിൽ സർഫാസി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയും എടുക്കില്ലെന്ന് ബാങ്കുകൾ സർക്കാരിന് യോഗത്തിൽ ഉറപ്പു നൽകി. ഇതിനായി റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതി വാങ്ങാനും തീരുമാനമായി. വാണിജ്യ പൊതുമേഖലാ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണമെന്ന സർക്കാർ ആവശ്യം ബാങ്കേഴ്സ് സമിതി സ്വാഗതം ചെയ്തു. ഇടുക്കിയിലെ സ്ഥിതിഗതികൾ നാളെ കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ ജില്ലാതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിലയിരുത്തും. പഞ്ചായത്ത് തലത്തിലും ഇനി കർഷകരുടെ യോഗം വിളിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥരെയും കർഷകരെയും ഒന്നിച്ചിരുത്തിയാകും യോഗം നടത്തുക. നേരത്തെ വായ്പയെടുത്ത കർഷകർക്ക് പുതിയ വായ്പ നിഷേധിക്കരുതെന്നും ബാങ്കേഴ്സ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച എല്ലാ നടപടികളും റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാകും നടപ്പാക്കുക. ഇതിനായി ഈ മാസം 12-ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ RBI ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അയോധ്യയിലെ ഭൂമി തർക്കം മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കുന്ന കാര്യത്തിൽ ഉത്തരവിടാൻ ഒരുങ്ങി സുപ്രീം കോടതി. മധ്യസ്ഥത സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പേരുകൾ നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് ഇന്ന് വൈകുന്നേരം വരെ കോടതി സമയം നൽകി. മധ്യസ്ഥതയെ സുന്നി വഖഫ് ബോർഡ് അനുകൂലിച്ചപ്പോൾ ഹിന്ദു മഹാസഭയും രാംലല്ലയും ഉത്തർപ്രദേശ് സർക്കാരും എതിർത്തു. വിശദാംശങ്ങൾ നൽകാൻ ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഈ അയോധ്യ വിഷയത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കായി സുപ്രീം കോടതി ഇടപെടുമ്പോൾ വിവിധ കക്ഷികളുടെ വാദങ്ങൾ ഏത് തരത്തിലായിരുന്നു? ഈ വാദങ്ങളിന്മേലൊക്കെയും സുപ്രീം കോടതിയുടെ പരാമർശങ്ങളും എത്തരത്തിലായിരുന്നു? സമഗ്രമായ വിവരങ്ങൾ. ക്രിസ്റ്റീന, അയോധ്യ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കേസ് എന്തായാലും മധ്യസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പു വന്നിരിക്കുകയാണ്. കാരണം എന്തായാലും തന്നെ അതിലൊരു വിധി പ്രസ്താവം ഉടനെ തന്നെ ഉണ്ടാകുമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇന്ന് രാവിലെ കേസ് പരിഗണനയ്ക്കെടുത്തത്. 5 കേസ് പരിഗണനയെടുത്തപ്പോൾ തന്നെ 5-അംഗ ബെഞ്ചിൽ തന്നെ ഭൂരിഭാഗം വ്യക്തികൾക്കും, അതായത് 5-അംഗ ബെഞ്ചിൽ തന്നെ ഭൂരിഭാഗം പേരും ഒന്നിച്ചു നിൽക്കുന്നത് ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മധ്യ ചർച്ചകൾ എന്തായാലും നടക്കട്ടെ എന്ന് DY ചന്ദ്രചൂഡ് പറയുന്നു. പക്ഷെ അദ്ദേഹം മറ്റൊരു ഇതിന് ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബെഞ്ചിലുണ്ടായ SA ബോബ്ഡെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനൊരു കാര്യം മുന്നോട്ട് പോകട്ടെ, കാരണം ഒരു മധ്യസ്ഥ കാര്യങ്ങൾ നടക്കട്ടെ, എന്തെങ്കിലും തരത്തിലും എല്ലാ പ്രശ്നങ്ങളും തീർക്കുക അല്ലെങ്കിൽ എല്ലാ മുറിവുകളും ഉണക്കുക എന്ന ലക്ഷ്യം മാത്രമേ സുപ്രീം കോടതിക്കുള്ളൂ. അല്ലെ പണ്ടത്തെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനൊന്നുമല്ല സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ വിഷയത്തിൽ ഉടനെ തന്നെ ഒരു വിധി പ്രസ്താവം ഉണ്ടാകും. ഒരു മധ്യസ്ഥനെ നിർമ്മിക്കുക, ഒരു മധ്യസ്ഥ കമ്മിറ്റി, 2-3 അതിൽ കൂടുതൽ പേരോ ചേർന്ന കമ്മിറ്റി ആയിരിക്കും. അതിൽ തന്നെ മാധ്യമങ്ങളെ വിലക്കാനുള്ള നിർദ്ദേശം കോടതി ഭാഗത്തുണ്ടായിട്ടുണ്ട്. കാരണം ഈ മധ്യ ചർച്ചകളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരേണ്ട സാഹചര്യമെന്നൊരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. നിലവിൽ ചെയ്യുന്ന അയോധ്യ കേസ് മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം കാണാനാകൂവെന്നാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ നിലപാട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് 45 മിനിറ്റോളമാണ് ഇന്ന് കോടതി വാദം കേട്ടത്. നിലവിൽ തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഈ പറഞ്ഞ മുസ്ലിം സംഘടന ഒഴികെയുള്ള ബാക്കിയുള്ള രാംലല്ലയും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയെല്ലാം തന്നെ വാദിച്ചു. ഹിന്ദു മഹാസഭയും അതുപോലെ രാംലല്ലയും ഈ പറഞ്ഞ 2 കക്ഷികളും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഈ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തരത്തിൽ മധ്യസ്ഥമായി നടപടി സ്വീകരിക്കേണ്ടതില്ല, ഇതിന് ഔട്ട് ഓഫ് കോർട്ട്, അതായത് കോടതി നിന്ന് പുറത്തേക്ക് തന്നെ ഒരു കേസ് പോകേണ്ടതില്ല, കോടതി തന്നെ ഈ വിഷയത്തിൽ വാദം കേട്ട ശേഷം വിധി പ്രസ്താവം നടത്തുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. പക്ഷെ അതൊന്നെല്ലാം തന്നെ കോടതി അംഗീകരിച്ചില്ല. കോടതി മധ്യസ്ഥ നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ സാഹചര്യത്തിലാണ് SA ബോബ്ഡെ ചൂണ്ടിക്കാണിച്ചത്. നിലവിൽ തന്നെ ഈ മുറിവുകൾ
തുറക്കുക, അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുക എന്നിങ്ങനെ ആ തരത്തിലൊരു സമവായ ചർച്ചയിൽക്കാണ് കോടതി കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. നിലവിൽ തന്നെ ഈ കേസിൽ ഹിന്ദു മഹാസഭ നിലവിൽ ബാക്കിയുള്ള 130 കോടി ജനങ്ങളുടെ വിഷയമാണ്. അവരുടെ ഭാഗങ്ങളെല്ലാം തന്നെ കേൾക്കണം, അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്ന ആവശ്യമാണ്. എല്ലാവർക്കും നോട്ടീസ് അയക്കണം, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതും കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി എന്തായാലും ഒരു സമവായ ചർച്ചയുടെ ഒരു മധ്യസ്ഥയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കക്ഷികളോട് എല്ലാവരോടും കൂടി തന്നെ നിലവിൽ ഈ വിഷയത്തിൽ ആരൊക്കെ മധ്യസ്ഥരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്നെങ്കിൽ ഇന്നോടുകൂടി അല്ലെങ്കിൽ നാളോടുകൂടി തന്നെ മധ്യസ്ഥ കാര്യത്തിൽ ഒരു തീരുമാനം വരും. അത് കേസായി തന്നെ വിധി പ്രസ്താവം ഉണ്ടായില്ലെങ്കിലും പക്ഷേ സുപ്രീം കോടതി സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും അയോധ്യ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് ഈ പറഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വളരെ വലിയ രീതിയിൽ ശക്തി ആർജിക്കാൻ പോവുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ അയോധ്യയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഏപ്രിൽ മാസം അത് മെയ്യോട് കൂടി തന്നെ 2 ഘട്ടങ്ങളായി തന്നെ ഇലക്ഷൻ നടക്കും. ഈ ആഴ്ചയോട് കൂടി തന്നെ എന്താ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാവും. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അയോധ്യ കേസിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക, അതൊരു വോട്ട് ബാങ്കാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നതും. നിലവിൽ തന്നെ 45 മിനിറ്റാണ് കോടതി വാദം കേട്ടത്. എന്തായാലും ഉടനെ തന്നെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ ഈ ഒരു വിഷയം ഇന്ന് പരിഗണനയ്ക്കെടുത്തപ്പോൾ ഹരീഷ് തന്നെ റിപ്പോർട്ട് ചെയ്തു, ജസ്റ്റിസ് ബോബ്സെ അടക്കം ഈ കാര്യത്തിലൊരു മധ്യസ്ഥതയ്ക്കുള്ള സാധ്യതകൾ ആരാഞ്ഞ സാഹചര്യത്തിലും DY ചന്ദ്രചൂഡ് മറ്റൊരു ജസ്റ്റിസ് അടക്കം ഇതൊരു സാമുദായിക പ്രശ്നമാണോ, അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അത് ഭരണഘടനാ ബെഞ്ചിനകത്തുള്ള രണ്ടഭിപ്രായം തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്ക് അങ്ങനെ അതിനെ വിശദീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. 5 അംഗ ബെഞ്ചിൽ തന്നെ വാദം നടക്കുന്ന സാഹചര്യത്തിലുള്ളപ്പോൾ നിലവിൽ DY ചന്ദ്രചൂഡ് ഇങ്ങനെ ഒരു കാര്യം നിരീക്ഷിച്ചു. കാരണം ഈ വിഷയത്തിൽ തന്നെ എത്രത്തോളം ഫലപ്രാപ്തിയിൽ ഈ വിഷയം എത്തും, അതായത് മധ്യസ്ഥത വഹിക്കുന്നത് എത്രത്തോളം ഫലപ്രാപ്തി എത്തുമുള്ള കാര്യത്തിൽ ഒരു സംശയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ SA ബോബ്ഡെയും ചീഫ് അടക്കമുള്ള ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒരു മധ്യസ്ഥ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മധ്യസ്ഥ അവസാന വാദം ഒരു 12ഓട് കൂടി തന്നെ കേസിന്റെ അന്തിമ വാദം എത്തുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയത് നിലവിൽ ഈ കേസിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ പേരുകൾ ഇന്ന് വൈകുന്നേരം നിർദ്ദേശിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചീഫ് ജസ്റ്റിസും SA ബോബ്ഡെ അടക്കമുള്ളവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഒരു ഭൂരിഭാഗം തന്നെ എല്ലാവരും ഈ ഒരു മധ്യസ്ഥത വഹിക്കട്ടെ എന്ന നിലപാടാണ്. പക്ഷേ DY ചന്ദ്രചൂഡും ഈ മധ്യസ്ഥ എന്ന വാക്കിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല. മധ്യസ്ഥത വഹിക്കുന്ന നല്ല നിലപാടാണ്, പക്ഷെ അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം ഉളവാക്കുന്നു എന്നൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്തായാലും SA ബോബ്ഡെ അതിൽ തന്നെ ആ വാദത്തിന്റെ SA ബോബ്ഡെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ മധ്യസ്ഥത വഹിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ തന്നെ ഒരു കോംപ്രമൈസ് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് പിന്നെ വിധിയായി മാറുമെന്നുള്ള കാര്യം SA ബോബ്ഡെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ മധ്യസ്ഥ ഇനി പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിർദ്ദേശിക്കേണ്ട, അതിൽ ഇപ്പോൾ തന്നെ ഒരു വിഷയം നമ്മളൊരു വിഷയം കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് അത് വിജയത്തിൽ എത്തില്ല എന്നുള്ള കാര്യം കാണേണ്ട എന്ന് SA ബോബ്ഡെ വാദത്തിന് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇങ്ങനെ ഹിന്ദു മഹാസഭയും രാംലല്ലയും എല്ലാം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. കാരണം ഒരു തരത്തിലും ഈ പറയുന്നത് പ്രശ്നം കോംപ്രമൈസ് ആവില്ല, അല്ലെങ്കിൽ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നൊരു വാദം മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ അയോധ്യ ഭൂമി തർക്ക കേസിൽ മധ്യസ്ഥതയ്ക്കുള്ള എല്ലാ സാധ്യതകളും തേടി സുപ്രീം കോടതി. വിശദാംശങ്ങൾ നൽകിയത് ഹരീഷാണ്. ചർച്ച ആക്ട് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്നും മതമേലധ്യക്ഷന്മാർ വ്യക്തമാക്കി. മത്സരിക്കുമെന്ന് ആവർത്തിച്ച കേരള കോൺഗ്രസ് M വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് MLA കോട്ടയത്ത് മത്സരിക്കാൻ ഒരുക്കമാണെന്നും നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. 3ാം വട്ട ഉഭയകക്ഷി ചർച്ചയിലും കേരള കോൺഗ്രസ് എമ്മിന് 2 സീറ്റില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയതോടെ സീറ്റിനായി കേരള കോൺഗ്രസ് എമ്മിൽ അംഗം മുറുകി. പാർട്ടിക്ക് ലഭിച്ച ഏക സീറ്റിൽ മത്സരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് MLA. കോട്ടയത്ത് പാർട്ടി മത്സരിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ജോസഫ് വെച്ചു പുലർത്തുന്നത്. ഇന്ന് നാളെ വൈകുന്നേരം ഞങ്ങൾ പാർലമെന്റ് പാർട്ടി കൂടുന്നുണ്ട്. അതിനുശേഷം എന്തായാലും കോട്ടയം സീറ്റ് എന്നുള്ള ഒരെണ്ണം ഉറപ്പായല്ലോ. മത്സര രംഗത്ത് നേരത്തെ ഉണ്ടാകുന്ന PJ അങ്ങനെ പറഞ്ഞു, അതൊന്നും മാറ്റില്ല, അത് തന്നെ ഇങ്ങനെ ഉറച്ചിരിക്കുന്നു. ഇല്ല, അത് തന്നെ ക്ലിയറായിട്ട് പറഞ്ഞു, പാർട്ടി സീറ്റ് നൽകിയാൽ മത്സരിക്കും. അതേസമയം ജോസഫിനെ മാണി വിഭാഗം തഴയാനുള്ള സാധ്യതയാണ് കാണുന്നത്. പാർട്ടിയിലെ ഭൂരിപക്ഷം കൊണ്ട് ജോസഫിനെ മറികടക്കാമെന്ന് മാണി വിഭാഗം കണക്കുകൂട്ടുന്നു. എന്നാൽ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ജോസഫിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ജോസഫ് ഗ്രൂപ്പ് പങ്കുവയ്ക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ
പാർട്ടി പിളരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ജോസഫിനോട് അടുത്തു നിൽക്കുന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. യൂത്ത് കോൺഗ്രസ് ഹർത്താലിൽ ഡീൻ കുര്യാക്കോസിനെതിരെ ഹൈക്കോടതി. ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് ഹർത്താൽ ഉത്തരവിനെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് എങ്ങനെയാണെന്നും ഇക്കാര്യത്തിൽ അജ്ഞത നടിക്കാനാവില്ലെന്നും കോടതി. പ്രകോപനമുണ്ടായാലും നിയമം കയ്യിലെടുക്കാനാവില്ലെന്ന് കോടതി. വിശദാംശങ്ങൾ നൽകാൻ ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, മിന്നൽ ഹർത്താലിനെതിരെ ഡീൻ കുര്യാക്കോസിനെതിരെയുമൊക്കെയായി കോടതി എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് നടത്തിയത്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ ഹർത്താലിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത സംഭവത്തിൽ പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. മിന്നൽ ഹർത്താൽ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിനെ കുറിച്ച് തനിക്കറിയില്ലെന്നും ക്രൂരമായ കൊലപാതകത്തോട് പൊടുന്നനെയുള്ള പ്രതികരണമായിരുന്നു ഹർത്താൽ ആഹ്വാനം എന്നുമായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ വാദം. ഈ വാദം കേട്ട കോടതി ഡീനിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത്. മിന്നൽ ഹർത്താലുകൾ തടഞ്ഞുകൊണ്ടുള്ള കേസിൽ കക്ഷിയല്ലായിരുന്നു എന്നത് മതിയായ ന്യായീകരണമാണോ എന്ന് കോടതി ചോദിച്ചു. മറ്റുള്ളവരുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. പ്രകോപനം എന്തായാലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. ആര് ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്നതല്ല, മിന്നൽ ഹർത്താൽ നടന്നു എന്നതാണ് വിഷയമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. പൊതുതാൽപര്യ ഹർജികളിലെ ഉത്തരവ് എല്ലാവർക്കും ബാധകമാണ്. ഏത് ഹർത്താലിനും മുൻകൂർ നോട്ടീസ് നൽകണം. മുൻകൂർ നോട്ടീസ് നൽകുന്നത് ഹർത്താലിൽ അക്രമം നടത്താനുള്ള അനുമതിയല്ല എന്നും കോടതി പറഞ്ഞു. അതേസമയം UDF കാസർഗോഡ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നില്ലെങ്കിൽ അത് നിഷേധിക്കാൻ ഭാരവാഹികൾക്ക് ബാധ്യതയുണ്ട് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സംഘടനാ നേതാവ് ഹർത്താലിനെ പറ്റി അറിവില്ലെന്ന് പറയുന്നത് തെറ്റാണ് എന്നും സർക്കാർ വാദിച്ചു. കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും UDF ഹർത്താലിനെ പറ്റി പറഞ്ഞിരുന്നു എന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അതേസമയം കേസ് 18-ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി. പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഡീൻ കുര്യാക്കോസ് ഫേസ്ബുക്കിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് 7 ദിവസം മുൻപേ നോട്ടീസ് നൽകണം എന്ന ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു മിന്നൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇതേ തുടർന്നാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തത്. വിശദാംശങ്ങൾ നൽകിയത് ഉമേഷാണ്. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റിൽ തീരുമാനമായില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസുമായും UDFുമായും ചർച്ച തുടരുമെന്നും 9-ന് ചേർന്ന പ്രവർത്തക സമിതിക്ക് മുമ്പായി അന്തിമ തീരുമാനമുണ്ടാവുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗിന് 3ാം സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നോട്ടു പോവാതെ ചർച്ചകൾ തുടരാനാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം തീരുമാനിച്ചത്. UDFിലും കോൺഗ്രസുമായും ആവശ്യമുണ്ടെങ്കിൽ ചർച്ചകൾ തുടരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഈ എത്ര സീറ്റിൽ മത്സരിക്കുന്നത്, അതുപോലെ തന്നെ അതിന് മറ്റെന്തെങ്കിലും വിശദാംശമുണ്ടോ, എല്ലാ വിഷയങ്ങളും ഞങ്ങൾ UDFിലുണ്ടായ ചർച്ച ചെയ്യും. അത് വർക്കിംഗ് കമ്മിറ്റി ആലോചിച്ചു. അതിന് മുമ്പ് ഇനി വേണമെങ്കിൽ UDF ഇനി സംസാരം വേണമെങ്കിൽ ഇനി നടത്തും. അതാണ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഒരു ഇൻട്രാക്ഷനും കൂടി വേണമെങ്കിൽ അതും ഞങ്ങൾ നടത്തും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ആവശ്യമാണെങ്കിൽ ഇനി നടത്തുന്നവരും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. ഈ മാസം 9-ന് കോഴിക്കോട്ട് ചേരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിക്ക് മുമ്പായി അന്തിമ തീരുമാനത്തിലെത്തുകയാണ് ലക്ഷ്യം. നേരത്തെ ലീഗ് വിട്ടു നൽകിയ രാജ്യസഭാ സീറ്റ് തിരിച്ചു നൽകുക, ഒപ്പം ഒരു നിയമസഭാ സീറ്റ് അധികമായി അനുവദിക്കുക തുടങ്ങിയ ബദൽ നിർദ്ദേശങ്ങളാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ പ്രവർത്തക സമിതിയും ചർച്ച ചെയ്യും. മുന്നണിയിൽ കുഴപ്പങ്ങളുണ്ടാക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഹൈദരലി തങ്ങളുടെ അഭിപ്രായം. അതേസമയം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ നിലവിലെ സ്ഥാനാർത്ഥികൾ മാറേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ലീഗ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ തീരുമാനിക്കാനും സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യാനും വിളിച്ചു ചേർത്ത CPI ദേശീയ നിർവാഹക സമിതി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. കേരളത്തിലെ CPI സ്ഥാനാർത്ഥികളുടെ പട്ടികയും യോഗം അംഗീകരിക്കും. BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന സഖ്യങ്ങളും ധാരണകളും രൂപീകരിക്കുന്നത് സംബന്ധിച്ചാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. വിവിധ സംസ്ഥാനങ്ങളിൽ മതേതര കക്ഷികളുമായി സഖ്യമുണ്ടാക്കാനാണ് ആലോചന. ഇത് സാധിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇടതുമുന്നണിയായി മത്സരിക്കാനും തീരുമാനിക്കും. Arrangements with some secular parties, if not all over the country, in some states where it is possible to have between the CPI, left and other secular parties. In the states where this is not possible, the left parties will fight. സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യവും ഇന്നും നാളെയുമായി നടക്കുന്ന യോഗം ചർച്ച ചെയ്യും. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ സംസ്ഥാന കമ്മിറ്റികളോട് സ്ഥാനാർത്ഥി പട്ടിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടികയ്ക്ക് യോഗം അംഗീകാരം നൽകും. കേരളത്തിലെ 4 സീറ്റുകളിലേക്ക് സംസ്ഥാന കമ്മിറ്റി നൽകിയ പട്ടികയും എതിർപ്പുകളില്ലാതെ അംഗീകരിക്കും.
JNU മുൻ വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷൻ കന്നയ്യകുമാർ ബീഹാറിലെ ബെഗുസരായ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിലും തീരുമാനമുണ്ടാകും. ജില്ലാ കമ്മിറ്റി കന്നയ്യയുടെ പേര് ശുപാർശ ചെയ്തതായി സുധാകർ റെഡ്ഡി സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.